നമസ്കാരം. മലയാള ജാലകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 30/8/2024 വെള്ളിയാഴ്ച നടന്ന LD ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് പരീക്ഷയിലെ 20 മലയാള ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ്. സമീപകാലത്ത് നടന്ന എല്ലാ പരീക്ഷയും പോലെ തന്നെ മലയാള വിഭാഗത്തിൽ നിന്നുണ്ടായ ചോദ്യങ്ങൾ വളരെ എളുപ്പമായ ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, പല ചോദ്യങ്ങളും ആവർത്തനങ്ങൾ തന്നെയായിരുന്നു. നമുക്ക് ചോദ്യത്തിലേക്കും അതിൻ്റെ വിശദീകരണങ്ങൾക്കും വരാം. ആദ്യത്തെ ചോദ്യം ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥമാണ്. ആൾ കൂടിയാൽ പാമ്പു ചാവുകയില്ല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് ആൾ കൂടിയാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ലക്ഷ്യത്തിലെത്തണമെന്നില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. അതുകൊണ്ട് ആൾ കൂടിയാൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് പറയുന്നതിന് പറയുന്നത്. ആൾ കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായാൽ ലക്ഷ്യത്തിലെത്തില്ല എന്ന അർത്ഥത്തിലാണത് പ്രയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഞാൻ സഹായിക്കും എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളതാണ്. ഐ അസിസ്റ്റ്, ഐ ആം അസിസ്റ്റ്, ഐ വാസ് അസിസ്റ്റഡ്, ഐ വിൽ അസിസ്റ്റ്. അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. റെഡ് ഇതിൽ കൊടുത്തിട്ടുള്ളതാണ് ഉത്തരങ്ങൾ. മൂന്നാമത്തെ ചോദ്യം ബഹുവചനമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്ത കാലത്തുണ്ടായിരുന്ന എല്ലാ പരീക്ഷയിലും പോലെ തന്നെ ഒരു പാറ്റേൺ പോലെ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ബഹുവചനം അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ചെടികൾ, മിടുക്കർ, ആട്ടിടയർ, പണിക്കർ, ഇതാണ് വരുന്നത്. ഇതിന് ഉത്തരം വരുന്നത് പണിക്കറാണ്. പണിക്കർ ബഹുവചനം അല്ല, അത് പൂജക ബഹുവചനമാണത്. മലയാള ജാലകത്തിൻ്റെ ഈ ബഹുവചനത്തെക്കുറിച്ച് ക്ലാസ്സിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബഹുവചനത്തെ നമ്മൾ അലിംഗ ബഹുവചനമെന്നും സലിംഗ ബഹുവചനമെന്നും പൂജക ബഹുവചനവും തിരിക്കുന്നുണ്ട്. പൂജ ബഹുവചനം പലപ്പോഴും ചോദിക്കുന്നതാണ്. അതിൻ്റെ വ്യക്തമായ സൂചനകൾ പൂജ ബഹുവചനം എങ്ങനെ ബഹുവചനത്തിൽ നിന്നും ഏകവചനത്തിൽ നിന്നും വ്യത്യസ്തമായി കണ്ടെടുക്കാവുന്ന സൂചനകളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് പണിക്കർ എന്നുള്ളതാണ്. ഞാനെന്ന ഭാവത്തിന് പറയുന്ന ഒറ്റപ്പദം അല്ലെന്താണ് പറയുന്നതാണ് അഹംഭാവം എന്നാണ് അതിന് പറയുന്നത്. അഞ്ചാമത്തത് ഇഹലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിന് ഒറ്റപ്പദമാണ് ഐഹികം. ഞാനെന്ന ഭാവം അഹംഭാവം, ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം. വിഗ്രഹാർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ് അങ്കോപാംഗം. വിഗ്രഹാർത്ഥം കണ്ടെത്തുക സമാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് കണ്ടെത്താനാവുന്നതെന്നും വിഗ്രഹാർത്ഥം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് സമാസമാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ വിഗ്രഹാർത്ഥത്തിൽ നിന്നും സമാസത്തിൻ്റെ സൂചനകൾ കണ്ടെത്താവുന്നതെല്ലാം നമ്മുടെ ക്ലാസ്സുകൾ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് അംഗവും ഉപാംഗവുമാണത്. അങ്കോപാംഗം അതാണ് വരുന്നത്. അങ്കോപാംഗം, അംഗവും ഉപാംഗവുമാണ് വരുന്നത്. മറ്റു ഓപ്ഷനൊക്കെ ഉണ്ട്. അംഗത്തിൻ്റെ ഉപാംഗം, അംഗമായതും ഉപാംഗമായതും, അംഗമോ ഉപാംഗമോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ഏഴാമത്തെ ചോദ്യമാണ് അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നതിന് ഒരു ഒറ്റപ്പദമാണ് ജിജ്ഞാസ എന്നുള്ളത്. പുല്ലിംഗം ഏകാഗി, കവി, കരിണി, കർഷക എന്ന് വന്നിരുന്നത്. അതിൽ ഏകാഗിയും കവിയുമാണ് പുല്ലിംഗമായിട്ട് വരുന്നത്. കരിണി എന്ന് പറഞ്ഞാൽ പിടിയാനയാണ്. അതുപോലെ ഹരിണി എന്നൊരു പദമുണ്ട്. ഇവിടെ ഓപ്ഷനിൽ അതില്ല. ഹരിണി എന്ന് പറഞ്ഞാൽ മാൻപേടയാണത്. അപ്പോൾ അത് ഉത്തരം വരുന്നത് ഏകാഗിയും കവിയുമാണ്. 9ാമത്തെ ചോദ്യം, 20 ചോദ്യത്തിൽ 9ാമത്തെ ചോദ്യം. പാദം കൊണ്ട് പാനം ചെയ്യുന്നതിൻ്റെ ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. പാദം കൊണ്ട് പാനം ചെയ്യുന്ന ഒറ്റപ്പദം പാഥേയം, പാർവണം, പാദപം, പാനീയം. ഓപ്ഷൻ സി പാദപം ആണ് വരുന്നത്. പാദപം എന്ന വാക്കിനർത്ഥം വൃക്ഷം എന്നാണ് ശരിക്കും അർത്ഥം വരുന്നത്. അത് പാദം കൊണ്ട് പാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വേര് കൊണ്ടാണ് അതിൻ്റെ ജലം മുതലായവ അതിനാവശ്യമുള്ളതിൽ അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം ആ പേരതിന് വരുന്നത്. പാദം കൊണ്ട് പാനം ചെയ്യുന്ന പറഞ്ഞാൽ വേരുകൾ കൊണ്ട്, അതിൻ്റെ വേരുകൾ കൊണ്ടാണ് അതിനാവശ്യമായ എല്ലാം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആ പേര് അത് വന്നിരിക്കുന്നത്. പാദപം മരം എന്നാണ് അർത്ഥം. അതിൻ്റെ ഒറ്റപ്പദമാണത് പാദപം എന്ന് പറയുന്നത്. പാഥേയം വഴിച്ചോറ് എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പാഥേയം എന്നുള്ള ഇതിൽ വരുന്നതാണ്. പാർവണം പർവ്വത്തെ സംബന്ധിച്ചാണ് പാർവണം. അതുപോലെ മറ്റൊരു വാക്കുണ്ട് പാർവണേന്ദു. അത് പൂർണ്ണയം തരുന്ന അർത്ഥത്തിൽ പറയുന്നതാണ് പാർവണേന്ദു എന്നൊക്കെ വരുന്നത്. നിരവധി പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ഇതിൽ മലയാള ജാലകത്തിൻ്റെ 111 ശൈലികൾ ഉള്ളൊരു ക്ലാസ് ഉണ്ട്. അതിൽ ഇതുപോലെയുള്ള പ്രധാന
ഇത്തരം ശൈലികളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. 11ാമത്തേതാണ് ശരിയായ പദം. തൊട്ട് മുമ്പ് ചെയ്തൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു 5 പ്രാവശ്യമെങ്കിലും ഈ വർഷം ചോദിച്ചിട്ടുള്ളൊരു പദമാണെന്ന്. ശരിയായ പദം എന്ന അർത്ഥത്തിലും സ്ത്രീലിംഗം എന്ന അർത്ഥത്തിലും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വീണ്ടും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ചോദിച്ചിട്ട് മടുക്കാത്തൊരു പദം പോലെയാണ് കാണുന്നത് ശരിയായ പദം എന്നുള്ളത്. അത് കവയിത്രിയാണ്. ഇതും നമ്മുടെ പദശുദ്ധി എന്ന ഭാഗത്ത്, പദശുദ്ധി എന്ന ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. 12ാമത്തത് വിണ്ടലം പിരിച്ചെഴുതുക എന്നുള്ളതാണ്. ഇതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് വിണ്ടലം എന്നുള്ളത്. പൊതുവെ ഈ വർഷത്തെ മലയാളം പരീക്ഷകൾക്കൊരു സവിശേഷത അതാണ്. എല്ലാ ചോദ്യങ്ങളും ആവർത്തനം എന്ന നിലക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിണ്ടലം പിരിച്ചയക്കുമ്പോൾ വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. അവിടെ താ എന്നുള്ളത് ഡായായിട്ട് മാറുകയാണ്. അവിടെ വിണ്ടലത്തിന് പോലെ വരാവുന്നതാണ് തണ്ടാർ, കണ്ടു പോലുള്ള അവിടെ ഉദാഹരണമായിട്ട് വരുന്നതാണ്. മറ്റൊന്ന് ആകാശം അർത്ഥം വരുന്ന പദങ്ങൾ ഏതെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. വാനം, വാതായനം, ഗഗനം, മരാളം. വാനവും ഗഗനവുമാണ് ആകാശം എന്ന് വരുന്നത്. വാതായനത്തിന് വാതിൽ എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. മരാളത്തിന് അരയന്നം, കുതിര, മേഘം എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. 14ാമത്തതാണ് ഉഗ്രം വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ അഗ്രം, ശാന്തം, നീചം, ശീതം. അവിടെ ശാന്തമാണ് വരുന്നത്. ശ്രീവിയുടെ കഥാപാത്രങ്ങളൊക്കെ ഓർക്കുക. ഉഗ്ര, ഹരിവഞ്ചാനനൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഓർക്കാവുന്ന പറ്റുന്നത്. തെറ്റായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. സങ്കീർണം, അതിഥി, തത്വജ്ഞാനി, ന്യായാധിപൻ. ധ ആണ് അവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. തൊട്ട് മുമ്പുള്ളൊരു പരീക്ഷയ്ക്ക് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചാണ് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ന്യായാധിപൻ ശരിയായിട്ട് കൊടുക്കുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പദം. സബ്മിറ്റ് എന്നതിന് തുല്യമായ പദം സമർപ്പണം. 17ാമത്തെ ചോദ്യമാണ് നാഗം പാമ്പാണെങ്കിൽ നാഗം എന്താണെന്നുള്ളതാണ്. ശബ്ദസാമ്യം അർത്ഥവ്യത്യാസം എന്ന ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതുപോലെ സമാനത തോന്നിക്കുന്ന പദങ്ങളും അതിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളും. ഓപ്ഷൻ സ്വർണം, പാമ്പ്, സ്വർഗം, കാട്. ഉത്തരം വരുന്നത് സ്വർഗം ആണ് ഉത്തരം വരുന്നത്. നാഗവും നരകവും എന്നൊക്കെ നമ്മൾ പ്രയോഗത്തിലുള്ളതാണ്. സ്വർഗമാണ് വരുന്നത്. മറ്റു നാദം ശബ്ദമാണ്. നഖം, നഖം പർവ്വതമാണ് വരുന്നത്. അതൊക്കെ അതുപോലെ തന്നെ അതിൽ വരുന്ന ചില പദങ്ങളാണ്. പ്രതിപദം അർത്ഥമാക്കുന്ന എന്താണെന്നുള്ളതാണ്. പ്രതിപദം എന്ന് പറഞ്ഞാൽ പദം ഓരോന്നിലും എന്നുള്ളതാണ്. അത് നമ്മൾ അവീഭാവൻ സമാസ ക്ലാസ്സിലൊക്കെ വരുന്നൊരു ഉദാഹരണമാണത്. പ്രതിദിനം, പ്രതിമാസം, ആ രീതിയിലൊക്കെ വരുന്നതാണ്. പ്രതിദിനം എന്ന് പറഞ്ഞാൽ ദിനം ഓരോ ദിനവും, അല്ലെങ്കിൽ പ്രതിമാസം ഓരോ മാസവും എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നതാണ്. അപ്പോൾ പദം ഓരോന്നിൽ നിന്നാണ് അർത്ഥം വരുന്നത്. 19ാമത്തെ ചോദ്യം വാക്യശുദ്ധിയിൽ നിന്നുള്ളതാണത്. വാക്യശുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട് വിശദമായിട്ട്. വാക്യദോഷങ്ങളെല്ലാം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ, അയാൾക്ക് സ്വയം ആത്മഹത്യ ചെയ്യാൻ മതിയായ കാരണമില്ലായിരുന്നു. അവിടെ വേണമെന്നില്ല. ആത്മഹത്യ എന്ന് പറയുമ്പോൾ സ്വയം അവിടെ വേണമെന്നില്ല. രണ്ടാമത്തത് ഓപ്ഷൻ ബി, യോഗത്തിന് ഏകദേശം 1000-ഓളം. ഏകദേശം എന്ന് പറയുമ്പോഴും ഓളം എന്ന് പറയുമ്പോഴും ഒരേ അർത്ഥത്തിൽ വരുന്നുണ്ട്. ആ വാക്യവും തെറ്റാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കുന്നതാണ് നല്ലത്. ഭേദവും നല്ലതും ഒരർത്ഥം സൂചിപ്പിക്കുന്നതുകൊണ്ട് ആ 3 വാക്യങ്ങളും തെറ്റാണ്. 4ാമത്തതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയതിന് ശേഷമാണ് കളക്ടർ മേയറും എത്തിയത്. ഇത് വാക്യശുദ്ധിയും ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എഴുതാനുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്യശുദ്ധിയിലൊക്കെ ഇതുപോലെ തന്നെ ചോദ്യങ്ങൾ വരുന്നതാണ്. അവസാനത്തെ ചോദ്യമാണ് ആദേശസന്ധി അല്ലാത്തത്. ഇതും ആവർത്തന ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ നന്മ, കണ്ണീർ, തിരുവോണം, നെന്മണി. ഓരോന്ന് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സന്ധ്യയുടെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മലയാള സന്ധ്യയുടെ ക്ലാസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ സംസ്കൃത സന്ധ്യയുടെ ക്ലാസ് നമുക്കുണ്ട്. മലയാളത്തിൻ്റെ അത്തരം ക്ലാസ്സിലൊക്കെ ഇതിൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നന്മ ലകാരം നകാരമാകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആദേശസന്ധിയാണ്. കണ്ണീർ അവിടെ തവർഗമായ ന വന്നിരിക്കുന്നതുകൊണ്ട് ഡവർഗമായതുകൊണ്ട് ഇവിടെയും അതുപോലെ തന്നെ പറയുന്നത് കണ്ണീർ വരുന്നതാണ്. ഓപ്ഷൻ ആദേശസന്ധി അല്ലാത്ത ആഗമസന്ധി തിരുവോണമാണ് വരുന്നത്. ഓപ്ഷൻ ഡിയും നെൽമണിയാണ്. ലകാരം നകാരമാകുകയാണ് ചെയ്യുന്നത്. ഉത്തരപദം അനുനാസികമായിട്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ സന്ധിയിൽ ഇതാണ് ഉത്തരം വരുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ സന്ധിയുടെ ക്ലാസ്സിൽ തിരുവോണം, അതുപോലെ തന്നെ തിരു എന്ന വിശേഷത്തിന് ശേഷം സ്വരം വരുമ്പോൾ അത് ഏത് സന്ധി വരുന്നു എന്നുള്ളതും, തിരു എന്ന വിശേഷത്തിന് ശേഷം ദൃഢ വ്യഞ്ജനങ്ങൾ വരുമ്പോൾ അത് ഏത് സന്ധിയായിരുന്നു എന്നുള്ളതും ചില എളുപ്പ വഴിയോടെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം വരുന്നതാണ്. ആദേശസന്ധി അല്ലാത്തത് തിരുവോണം ആഗമസന്ധിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് 30/8/2024 നടന്ന
പരീക്ഷയിലെ 20 മലയാള ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ കൂടി അത് ഷെയർ ചെയ്യുക. ഇതിലെ വ്യാകരണ വിഭാഗത്തിൽ ഏതെങ്കിലും ഭാഗം, ഏതെങ്കിലും പദങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് അതിലൂടെ കുറിപ്പഴക്കുക. അതിന് മറുപടിയായിട്ട് ഇത് ചെയ്യുന്നതാണ്. നമുക്ക് തുടർന്നുള്ള പരീക്ഷകളിലും പ്രാധാന്യത്തോടെ വരുന്ന ഭാഗങ്ങൾ, വ്യാകരണ ഭാഗങ്ങൾ അല്ലാത്ത ഭാഗങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. നന്ദി.